വൃന്ദാവനത്തിൽ ഒരു രാത്രിയായിരുന്നു. ആകാശത്ത് നിറയെ നക്ഷത്രങ്ങൾ. പശുക്കൾ ഉറങ്ങി. യശോദാമ്മയും ഉറങ്ങാൻ പോയിരുന്നു. പക്ഷേ കുട്ടിക്കൃഷ്ണൻ മാത്രം ഉറങ്ങാതെ പുറത്തേക്കിറങ്ങി. അവൻ കാണുന്നത് വിചിത്രമായൊരു കാഴ്ച. ചന്ദ്രൻ പതിവിലും താഴെ ഇറങ്ങി വൃന്ദാവനത്തോടടുത്തു വരുന്ന പോലെ. "എന്താ ചന്ദ്രേ, നീ ഇന്നിത്രയടുത്ത്?" കൃഷ്ണൻ ചോദിച്ചു. ചന്ദ്രൻ മൃദുവായി പുഞ്ചിരിച്ചു. "കൃഷ്ണ, എന്റെ വെളിച്ചം മങ്ങിക്കൊണ്ടിരിക്കുന്നു. നക്ഷത്രങ്ങൾ എന്നെ വിട്ടുപോയി. ഒറ്റയ്ക്കായപ്പോൾ എനിക്ക് പ്രകാശിക്കാൻ ബുദ്ധിമുട്ടുന്നു." കൃഷ്ണന് കരുണ തോന്നി. അവൻ തന്റെ ഓടക്കുഴലെടുത്തു. മൃദുവായി ഒരു രാഗം വായിച്ചു. അപ്പോൾ അത്ഭുതം! ഓടക്കുഴലിന്റെ സംഗീതം കേട്ട് നക്ഷത്രങ്ങൾ ഒന്നൊന്ന് മടങ്ങിവന്നു. വൃന്ദാവനത്തിന്റെ മുകളിലെ ആകാശം വീണ്ടും പ്രകാശിച്ചു. പക്ഷെ അപ്പോഴേക്കും ഒരു പ്രശ്നം. ചന്ദ്രന്റെ വെളിച്ചം ഇത്ര ശക്തമായി പശുക്കൾ ഉണർന്ന് പേടിച്ചു. ഗ്രാമത്തിലെ കുട്ടികളും ഉറക്കം തെറ്റി. കൃഷ്ണൻ ഉടൻ ഒരു ബുദ്ധി കണ്ടെത്തി. "ചന്ദ്രേ, നീ ഇന്ന് വൃന്ദാവനത്തിനു മുകളിൽ അല്പം മാത്രം പ്രകാശിക്കൂ. ബാക്കി വെളിച്ചം കാട്ടിലേക്കും നദിയിലേക്കും വിടൂ." ചന്ദ്രൻ സമ്മതിച്ചു. വൃന്ദാവനം ശാന്തമായി. കുട്ടികൾ വീണ്ടും ഉറങ്ങി. പശുക്കൾ ശാന്തമായി കിടന്നു. ചന്ദ്രൻ സന്തോഷത്തോടെ പറഞ്ഞു, "കൃഷ്ണ, നീ എനിക്ക് സുഹൃത്തായി. ഇന്നു മുതൽ ഞാൻ ഒറ്റപ്പെടുമ്പോൾ നിന്റെ സംഗീതമോർക്കും." കൃഷ്ണൻ ചിരിച്ചു. സുഹൃത്തുക്കൾക്ക് വേണ്ടി വെളിച്ചം പങ്കിടുന്നത് തന്നെയാണ് സ്നേഹം. പാർട്ട് 2 ആയി കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ.